ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സമൂസൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ സമൂസ എന്ന് പറഞ്ഞാൽ സാധാരണ സമൂസ അല്ല, നമ്മൾ ചിക്കനൊന്ന് സ്മോക്ക് ചെയ്തിട്ടാണ് ഈ സമൂസ ഉണ്ടാക്കിയത്. നല്ലൊരു ടേസ്റ്റുള്ള സമൂസയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നല്ല നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തതാണ്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ചിക്കനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് മസാല ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഒരു പാനിൽ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 സവാളയും ഒരു 3-4 പച്ചമുളകുമാണ് ഇട്ടത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ 2 വലിയ സവാളയാണ് എടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇതാ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്മോക്ക് ചെയ്യണം. അപ്പോൾ ഇതാ ഞാനിപ്പുറത്തെ അടുപ്പിൽ ഒരു കഷ്ണം ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി കത്തി വന്നാൽ നമുക്ക് മസാല ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് മസാല ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ആ സൈഡിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ കത്തിയ ചാർക്കോൾ അതിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അതെടുത്ത് മാറ്റിയിട്ട് മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമൂസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ടേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതാ കുറച്ച് മൈദമാവ് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ സമൂസ ഷീറ്റിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഷീറ്റ് മടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ഷീറ്റ് എടുക്കാം. ഇതുപോലെ കോണായിട്ട് മടക്കാം. എന്നിട്ട് നമുക്ക് അവിടെ മൈദ മിക്സിൻ്റെ പശ തേച്ച് കൊടുക്കാം. ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ ആ സൈഡിലും നമുക്ക് മൈദ മാവ് തേച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെ തിരിച്ച് പിടിച്ച് അവിടത്തേക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാ സമൂസ ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സമൂസയും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സമൂസ ഷീറ്റ് വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സമൂസ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതുമാത്രമല്ല ഈ സ്മോക്ക് ചെയ്ത സമൂസ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. മസാല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം ചൂടായ എണ്ണയിലിട്ടാൽ നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ പറ്റും. തീ സ്ലോയിലാക്കാൻ പാടില്ല. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ
കുറച്ച് എണ്ണ കുടിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി സമൂസയാണ്, വെറുതെ പറയുന്നതല്ല, നല്ലൊരു ടേസ്റ്റാണ് ഈ സമൂസ. ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന സമൂസ നല്ല അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അതിനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.